നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം കേസിലെ ആദ്യ അതിജീവിതയുടെ നിർണായക നീക്കം. അഭിഭാഷകയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ അതിജീവിത. സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് സൈബർ വെട്ടിക്കിളിക്കൂട്ടത്തിന്റെ നേതാവെന്നും അതിജീവിതയുടെ ആരോപണം. തന്നെയും മറ്റിരകളെയും ദീപയും സംഘവും നിരന്തരം വേട്ടയാടുന്നുവെന്നും അതിജീവിത ആരോപിച്ചു. 2021 മാത്രം എൻറോൾ ചെയ്ത ദീപ 2017 മുതൽ സുപ്രീം കോടതി അഭിഭാഷകയാണെന്നാണ് ഫേസ്ബുക്കിൽ അവകാശപ്പെടുന്നത്. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിജീവിത സുപ്രീം കോടതിയിൽ അഡീഷണൽ അഫിഡവിറ്റ് സമർപ്പിച്ചു. ദീപ ജോസഫിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. ദീപ ജോസഫ് സൈബർ വെട്ടിക്കിളിക്കൂട്ടത്തിന്റെ നേതാവാണ്, തന്നെ മറ്റ് അതിജീവിതകളെ നിരന്തരം വേട്ടയാടുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ FB പോസ്റ്റുകൾ വളച്ചൊടിച്ചുവെന്നും 2021 ഇവർ എൻറോൾ ചെയ്തത്. 2017 മുതൽ സുപ്രീം കോടതി അഭിഭാഷകയാണെന്ന് FBയിൽ എങ്ങനെ ഇവർക്ക് അവകാശപ്പെടാനാകും എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ഇവർ ഫയൽ ചെയ്ത വക്കാലത്തും സത്യവാങ്മൂലവും വ്യാജമാണ്. യുക്രൈനിൽ നിന്നും ഫയൽ ചെയ്ത പെറ്റീഷനിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ഈ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിരുന്നു. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചെന്ന കേസിൽ അഭിഭാഷകയായ ദീപ ജോസഫിനെതിരെ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. അത്തരത്തിലൊരു നടപടികളിലേക്ക് അടക്കം കടന്നതാണ്. അതേസമയം ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത് UDF രംഗത്തെത്തിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമായ നടപടിയെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ നിലപാടെടുത്തിരുന്നു. ഈ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പ്രതികരണങ്ങൾ നിറഞ്ഞിരുന്നു. രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് അമ്പലം വിഴുങ്ങിയ കഥകളും അഴിമതിയും ഭരണ നിഷ്ക്രിയത്വവും മൂടിവെക്കാനുള്ള തന്ത്രമാണ് ഈ കേസെന്ന് ആരോപിച്ചിരുന്നു. രാഹുലിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാകുക. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാവും രാഹുൽ. എൻ്റെ ഒരു കുഞ്ഞു സഹോദരനാവാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി. പെണ്ണിൻ്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്ത് സത്യം അറിഞ്ഞു? ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോൾ അവൻ ഒന്നും മറുത്ത് പറഞ്ഞില്ല, അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷന്റെ ലക്ഷണം. MLA ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം, പിന്നെ അവളെ നാണം കെടുത്തേണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു. നന്നായി രാഹുൽ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഗർഭിണി ഇനി പ്രസവിക്കില്ല, കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെയും കൂട്ടാളികളുടെ ലക്ഷ്യം. ഇനിയും അത് തുടർന്നാൽ ഞാൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. കഥകൾ പൊളിക്കും. ജനങ്ങളെ, നമ്മൾ കേൾക്കുന്നതല്ല സത്യം. ഒരു ആണിനെ തകർക്കാൻ ഒരു പെണ്ണിന് ഒരു നിമിഷം മതി. ഒരൊറ്റ സെക്സ് ബോംബ്. എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറ് ദൂരത്തിൽ മാത്രമാണെന്ന് ഞാൻ അറിയുന്നു. അവർ അറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട്. പ്രത്യേകിച്ച് പണവും പ്രതാപവും പദവിയുമുള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംഭ, മേനക, തിലോത്തമമാരെ സൂക്ഷിക്കുക എന്നാണ് ദീപ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപപരമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നത്. ഈ ഒരു സംഭവ വികാസങ്ങളിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദീപ ജോസഫിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ആദ്യ പരാതിക്കാരി നിയമപരമായി നീങ്ങിയിരിക്കുന്നത്. അതേസമയം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി കോൺഗ്രസ് വനിതാ നേതാവ് MA ഷഹനാസ്. രാഹുലും താനുമായും ഒരു സൗഹൃദവും ഇല്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും MA ഷഹനാസ്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷഹനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നാണ് ഷഹനാസിന്റെ വിശദീകരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോഴിയെ തിരിച്ചറിയാൻ ഒരു സ്ത്രീക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവർ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഷഹനാസ് തുറന്നടിച്ചു. രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല. രാഹുലിനെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നും അവർ പറഞ്ഞു. രാഹുലിന് തന്റെ മുന്നിലിരിക്കാൻ ധൈര്യമുണ്ടോ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും MA ഷഹനാസ് വ്യക്തമാക്കി. രാഹുലിനെതിരെ ആദ്യ പരാതി വന്നപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല.
തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് നിയമ നടപടിയെ ഭയക്കണമെന്നാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയാണ് താനെന്നും തന്റെ ഫോൺ വെച്ച് ഏത് പരിശോധനകൾക്ക് തയ്യാറാണെന്നും ഷഹനാസ് പറഞ്ഞു. രാഹുലിന് ധൈര്യമുണ്ടോ ഫോൺ കാണിക്കാൻ? നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് രാഹുൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോഴിത്തരം എന്നോട് കാണിച്ചിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടട്ടെ. എന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾക്ക് രാഹുൽ അയച്ച മറുപടികൾ ഇൻബോക്സിൽ കാണാമെന്നും ഷഹനാസിന്റെ വെല്ലുവിളി. താൻ സാരി ഉടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഫോട്ടോയ്ക്ക് കമന്റ് ബോക്സിൽ വന്ന് രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും ഷഹനാസ് പറഞ്ഞു. അതിന് നല്ല മറുപടി താൻ കൊടുത്തിട്ടുമുണ്ട്. തന്റെ ഫോൺ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണ്. രാഹുൽ എന്ന കോഴി സുഹൃത്താണെന്ന് പറയുന്നത് തനിക്ക് നാണക്കേടുണ്ട്. എന്റെ സുഹൃത്തല്ല, രാഹുൽ പറയുന്നത് കള്ള മാത്രമാണെന്നും ഷഹനാസ് പറഞ്ഞു. ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമാണ് താൻ. തന്നോട് ഇപ്പോഴും ഒരു മുതിർന്ന നേതാവും വിശദീകരണം ചോദിച്ചിട്ടില്ല. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്താലും താൻ ഇരയ്ക്കൊപ്പമാകും നിലയുറയ്ക്കുക. തുറന്നു പറയലുകൾ ഒരു അജണ്ടയുടെ ഭാഗമല്ലെന്നും ഷഹനാസ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ എത്തി നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഷഹനാസിന്റെ ഭാഗത്തു നിന്നും രാഹുലിനെതിരെ ഉണ്ടാകുന്നു. മാത്രമല്ല ഇപ്പോൾ അതിജീവിത ഇത്തരത്തിൽ ദീപ ജോസഫിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അതേസമയം ഈ ബലാത്സംഗ കേസുകളിൽ നിയമ നടപടിക്കിടെ രാഹുൽ മാങ്കൂട്ടം MLA നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അത്തരത്തിലുള്ള സൂചന രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പീഡന പരാതിയെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തായി അറസ്റ്റ് അടക്കം നേരിട്ടെങ്കിൽ രാഹുലിന് തട്ടിൽ ശക്തമായ ഒരു പിന്തുണയുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങളും രാഹുലുമായി അടുത്ത കേന്ദ്രങ്ങളും ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും നടത്തിയ 2 വ്യത്യസ്ത വോട്ടർ സർവേകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ്. രാഹുൽ പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് രാഹുലിനെ അനുകൂലിക്കുന്ന വിഭാഗമാണ് സർവേ നടത്തിയത് എന്നാണ് വിവരം. എന്തായാലും ബലാത്സംഗ കേസുകൾ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്തെ ഒരു മണ്ഡലത്തിൽ രാഹുലിനെ മത്സരിപ്പിക്കില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. പാർട്ടി നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും ഉറച്ച തീരുമാനമാണിതെന്നും ഒരു മുതിർന്ന KPCC ഭാരവാഹി വ്യക്തമാക്കി. എന്നാൽ രാഹുൽ കുറ്റവിമുക്തനാക്കിയതിൽ തീരുമാനം പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത തള്ളാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി തീരുമാനം അനുസരിക്കുകയും നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ ഇതിനുള്ള സാധ്യത ഉണ്ടാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുലിനെ പ്രമോട്ട് ചെയ്യുന്നതിന് ഒരു PR ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ നീക്കങ്ങൾ KPCC കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയാണെങ്കിലും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ രാഹുലിനെ അയോഗ്യനാക്കുന്ന നടപടി എതിർക്കാനാണ് UDFന്റെ തീരുമാനം. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ അയോഗ്യനാക്കുന്നത് ശരിയല്ലെന്നാണ് UDF പാർലമെന്ററി പാർട്ടിയുടെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന സമീപനമല്ല, മറിച്ച് ഇത്തരമൊരു നടപടി ഉണ്ടാക്കുന്ന കീഴ്വഴക്കത്തെയാണ് എതിർക്കുന്നതെന്ന് കോൺഗ്രസ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു കീഴ്വഴക്കമായാൽ നിയമസഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്ക് ദുരുപയോഗത്തിന് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.